നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രങ്ങളെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ടാക്സ് വെട്ടിച്ച് തിരൂർ താനൂർ റൂട്ടിൽ സർവീസ് നടത്തിയ പ്രൈവറ്റ് ബസ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം തിരൂർ സ്ക്വാഡ് പിടികൂടി. മാമാങ്ക നഗരിയിൽ കലാകായിക ആസ്വാദനമൊരുക്കി അവിസന്ന മർമ്മക്കളരി പഠന കേന്ദ്രം. തീരദേശത്തെ കായിക പ്രേമികളുടെ ചിരകാലാഭിലാഷമായ വെട്ടം പഞ്ചായത്തിലെ വാക്കാട് സ്റ്റേഡിയം നവീകരണം യാഥാർത്ഥ്യത്തിലേക്ക്. ജലനിധി പദ്ധതിയുടെ ഭാഗമായുള്ള കിണറിലെ വെള്ളം മലിനമായതിനാൽ പരാതിപ്പെട്ടിട്ടും നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. വളാഞ്ചേരി നഗരസഭയിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററും വഴിയോര വിശ്രമ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. കോവിഡ്, നിപ്പ തുടങ്ങിയ മഹാമാരിക്കാലത്ത് ജനങ്ങൾക്കിടയിൽ മികച്ച പ്രവർത്തനം നടത്താൻ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞതായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രങ്ങളാണെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് സമുച്ചയ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് സമുച്ചയ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ MLA അധ്യക്ഷനായി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു, വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ എന്നിവർ മുഖ്യാതിഥികളായി. നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസിരിയ സൈഫുദ്ദീൻ, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി, പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MK സുബൈർ, ആരിഫ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ സ്വാഗതവും സെക്രട്ടറി M അമ്പിളി നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രങ്ങളാണ്. കോവിഡും നിപ്പയും ഒക്കെ വന്ന സമയത്ത് നമ്മളത് അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മുടെ നാടിനെ നടുക്കിയ പല അവസരങ്ങളിലും സന്ദർഭത്തിനനുസരിച്ച് ഉയരുവാനും ഉയർന്നു പ്രവർത്തിക്കാനും നമ്മുടെ പഞ്ചായത്തിലെ അംഗങ്ങൾക്കും പഞ്ചായത്ത് ബോർഡിനുമൊക്കെ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാറും. വെട്ടം ന്യൂസ് പൊന്നാനി. കോടതി ഉത്തരവിന്റെ മറവിൽ ഒരു വർഷത്തെ റോഡ് ടാക്സ് വെട്ടിച്ച് തിരൂർ താനൂർ റൂട്ടിൽ സർവീസ് നടത്തിയ പ്രൈവറ്റ് ബസ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം തിരൂർ സ്ക്വാഡ് പിടികൂടി. പുതിയ കടപ്പുറം സ്വദേശിയായ അബ്ദുൽ അസീസിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ 4 ക്വാർട്ടറിലെ ടാക്സ് തുകയായ 97,236 രൂപ വാഹന ഉടമ വെട്ടിച്ചത്. 2023 ഡിസംബർ വരെയുള്ള 4 ക്വാർട്ടർ റോഡ് ടാക്സ് കുടിശ്ശിക നിലനിൽക്കെ അതിനുശേഷമുള്ള 1 ക്വാർട്ടർ ടാക്സ് ഓൺലൈനായി വാഹന ഉടമസ്ഥൻ അടച്ചിരിക്കുന്നത്. നിലവിൽ ഈ വാഹനത്തിന് 2024 മാർച്ച് 31 വരെ ടാക്സ് ഉള്ളതായി വാഹൻ സൈറ്റിൽ കാണിച്ചിരുന്നു. ഒരാഴ്ചയായി മോട്ടോർ ഇൻസ്പെക്ടർ ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള തിരൂർ സ്ക്വാഡ് നടത്തിയ വിശദമായ അന്വേഷണത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ ഒരു നിയമലംഘനം കണ്ടെത്താൻ സാധിച്ചത്. പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് വി, അജീഷ് പി എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. മാമാങ്ക നഗരിയിൽ കലാകായിക ആസ്വാദനമൊരുക്കി അവിസന്ന മർമ്മ കളരി പഠന കേന്ദ്രം. തിരുനാവായയിലെ സാംസ്കാരിക സംഘടനയായ റിയക്കൌ സംഘടിപ്പിച്ച 30ാമത് മാമാങ്ക മഹോത്സവത്തിന്റെ 5ാം ദിനത്തിലെ രാത്രിയിൽ അവിസന്ന മർമ്മക്കളരി പഠന കേന്ദ്രം ഒരുക്കിയ കലാകായിക വിരുന്നാണ് കാണികളുടെ മനസ്സിന് ആസ്വാദനവും കണ്ണിന് നിറക്കാഴ്ചകളും നൽകിയത്. കാടാമ്പുഴ മൂസഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള അവിസന്ന മർമ്മക്കളരി പഠന കേന്ദ്രത്തിന്റെ കീഴിൽ കളരി, തൈക്കോണ്ട, കരാട്ട തുടങ്ങിയ 3ഓളം ഇനങ്ങളിൽ 100-ലധികം കായിക അഭ്യാസികൾ കാണികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നും പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. കായിക അഭ്യാസങ്ങളുടെ അവസാന ലാപ്പിൽ നടത്തിയ തീപന്തം മിന്നൽ ഏവരുടെയും മനം കവർന്നു. സ്ത്രീകളടക്കമുള്ള കാണികൾ കൈയടിച്ച് അഭ്യാസികളെ പ്രോത്സാഹിപ്പിച്ചു. മാമാങ്ക ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരൻ അംബുജാക്ഷൻ തവനൂർ ഉദ്ഘാടനം ചെയ്തു. കാടാമ്പുഴ മൂസഗുരുക്കൾ അധ്യക്ഷനായി.
മാറാകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP കുഞ്ഞിമുഹമ്മദ്, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം KT സിദ്ദീഖ്, P മധുസൂദനൻ, ചിറക്കൽ ഉമ്മർ, MK സതീഷ് ബാബു, അലവി സെൻസായി, KK അബ്ദുൾ റസാഖ് ഹാജി, KP രമേശ്, കുഞ്ഞിട്ടി ഹാജി, കുഞ്ഞു ചുങ്കം, ഷറഫു ഗുരുക്കൾ വെട്ടം, K രായിൻ, കുഞ്ഞുമുഹമ്മദ്, G മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് തിരുനാവായ. തീരദേശത്തെ കായിക പ്രേമികളുടെ ചിരകാലാഭിലാഷമായ വെട്ടം പഞ്ചായത്തിലെ വാക്കാട് സ്റ്റേഡിയം നവീകരണം യാഥാർത്ഥ്യത്തിലേക്ക്. കുറുക്കുളി മോദിൻ MLA 2023-24 MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ സ്റ്റേഡിയം നവീകരണത്തിനായി അനുവദിച്ചു. തിരൂർ നിയോജക മണ്ഡലത്തിലെ വെട്ടം പഞ്ചായത്തിലെ വാക്കാട് സ്റ്റേഡിയം ആധുനിക രീതിയിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചതായി കുറുക്കുളി മോദിൻ MLA അറിയിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 25 ലക്ഷവും വെട്ടം പഞ്ചായത്ത് 25 ലക്ഷവും അനുവദിക്കുമെന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ പറഞ്ഞു. ഇതോടെ 1 കോടി രൂപ ചിലവിലാണ് സ്റ്റേഡിയം നവീകരണം യാഥാർത്ഥ്യമാവുക. ന്യൂസ് ബ്യൂറോ വെട്ടം. താനൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ ജലനിധി പദ്ധതിയുടെ ഭാഗമായുള്ള കിണറിലെ വെള്ളം മലിനമായതിൽ പരാതിപ്പെട്ടിട്ടും നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. കിണർ നന്നാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെ ജനപ്രതിനിധികളും നഗരസഭാ അധികൃതരും വിഷയത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നതെന്ന് പ്രദേശവാസിയായ KP നൌജിസ് താനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 300ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളം ശുദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് താനൂർ നഗരസഭയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ജില്ലാ കലക്ടർ, താനൂർ MLAയും മന്ത്രിയുമായ V അബ്ദുറഹ്മാൻ എന്നിവർക്കും പരാതികൾ നൽകിയിരുന്നെങ്കിലും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ലെന്ന് പ്രദേശവാസിയായ KP നൌജിസ് താനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. താനൂർ ഗവൺമെന്റ് ആശുപത്രി, ഗവൺമെന്റ് ഫിഷറീസ്, VHSS, GMLP സ്കൂൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുടെ സമീപത്തുള്ള കിണറിൽ നിന്നുള്ള വെള്ളത്തിന് കടുത്ത രുചിവ്യത്യാസമാണ് അനുഭവപ്പെടുന്നത്. 25 വർഷത്തോളം പഴക്കമുള്ള കിണറിലെ വെള്ളം ആദ്യം സ്വകാര്യ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലും തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം സർക്കാർ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലും അപകടകരമായ അളവിൽ കോളിഫോം ബാക്ടീരിയ അടങ്ങിയതാണെന്ന് കണ്ടെത്തിയിരുന്നു. വെട്ട ന്യൂസ് താനൂർ. വളാഞ്ചേരി നഗരസഭയിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററും വഴിയോര വിശ്രമ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി കാവുംപുറത്ത് ആരംഭിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയും വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ VK മുരളിയും നിർവഹിച്ചു. വളാഞ്ചേരി നഗരസഭയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററും വഴിയോര വിശ്രമ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായി. നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷനായ CM റിയാസ്, മാരാത്ത് ഇബ്രാഹിം, റൂബി ഖാലിദ്, ദീപ്തി ശൈലേഷ്, കൌൺസിലർമാരായ ഷിഹാബ് പാറക്കൽ, ആബിദ മൻസൂർ, സദാനന്ദൻ കോട്ടീരി, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ M ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് വളാഞ്ചേരി. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.